5 കിലോ വാട്ടിൻ്റെ സിസ്റ്റം നമ്മൾ 7 കിലോ വാട്ടേക്ക് അപ്ഗ്രേഡ് ചെയ്തൊരു ജേണിയാണ് നമ്മൾ കണ്ടത്. സബ്സിഡി പ്രോഗ്രാമാണ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ് ഇപ്പോൾ സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുക. ഇനിയും എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ഗോ ഫോർ സോളാർ. കാര്യം ഇലക്ട്രിസിറ്റി ബില്ല് കൂടുക തന്നെ ചെയ്യും. അത് കുറക്കണമെങ്കിൽ നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, ഇൻവെസ്റ്റ് ഇൻ സോളാർ. രണ്ടായിരത്തി 19 ഒരു 5 കിലോ വാട്ട് ചെയ്ത സൈറ്റാണിത്. 250 വാട്ട്സിൻ്റെ പാനൽ 20 ഇരുന്ന ലൊക്കേഷനാണ് നിങ്ങൾ കാണുന്നത്. ഇതിപ്പോൾ നമ്മളിവിടെ സൈറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ് 7 കിലോ വാട്ടിലേക്ക്. 545 വാട്ട്സ് 13 പാനൽ വെച്ചിട്ടാണ് നമ്മളിവിടെ ടോട്ടൽ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. 250 വാട്ട്സിൻ്റെ 20 പാനൽ വെച്ച അതേ ഏരിയയിലാണ് നമുക്കിപ്പോൾ 7 കിലോ വാട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു 4 വർഷം കൊണ്ടുള്ള ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ വിഷയങ്ങളായിരുന്നു പോകുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പാനലിനെയും സ്ട്രക്ചറിനെയൊക്കെ പറയുന്നതിന് മുന്നേ ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു 2019 സമയത്താണ് ഇവിടെ ഒരു 5 കിലോ വാട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള അവസ്ഥ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളിവിടെ ചെയ്യുന്ന സമയത്ത് ഈ ഏരിയയിലെങ്ങും സോളാർ പാനലില്ലായിരുന്നു. ഓക്കെ, പക്ഷേ ഇതിപ്പോൾ നോക്കിയേ, ഇവിടെ പാനൽ ചെയ്തു, അതുപോലെ ഈ വീട്ടിൽ ചെയ്തു, പിന്നെ ഈ വീട്ടിൽ ചെയ്തു, എന്നറിയില്ല, അത് ആ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമോ എന്നറിയില്ല, ആ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1, 2, 3, 4, 5, 6 സൈറ്റോളം ഈ വീടിന് ചുറ്റും മാത്രം സോളാർ ഇതുവരെ വന്നു കഴിഞ്ഞു. അതും കഴിഞ്ഞ 4 വർഷത്തിൽ മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചുറ്റും കണ്ട ഇൻസ്റ്റലേഷൻ ഒന്നും ഞങ്ങൾ ചെയ്തതല്ല, ഈ ഇൻഡസ്ട്രിയുടെ വളർച്ചയാണ്. സോളാറിലേക്ക് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡാണ് കാണുന്നത്. കാര്യം കഴിഞ്ഞൊരു 4 വർഷം കൊണ്ട് തന്നെ ഇത്രയും ഇൻസ്റ്റലേഷൻസ് ഈ പറഞ്ഞ ഒരു 50 മീറ്റർ ചുറ്റളവിൽ നടന്നിട്ടുണ്ടെങ്കിൽ കേരളം മൊത്തം എത്ര ഇൻസ്റ്റലേഷൻ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനിയും എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ഗോ ഫോർ സോളാർ. കാര്യം ഇതല്ലാതെ വേറെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. ഇലക്ട്രിസിറ്റി ബില്ല് കൂടുക തന്നെ ചെയ്യും. അത് കുറക്കണമെങ്കിൽ നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, ഇൻവെസ്റ്റ് ഇൻ സോളാർ. ഇവിടെ ഒരു 5 കിലോ വാട്ട് ചെയ്തു. അത്യാവശ്യം അവർക്ക് കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. പക്ഷേ അവർക്ക് ബില്ല് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, മാക്സിമം സ്പേസ് കുറയ്ക്കാതെ എങ്ങനെയാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, നമുക്ക് ആ പാനൽസ് യൂസ് ചെയ്യാം. 250 വാട്ട്സിൻ്റെ പാനൽസ് നിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് അടുത്ത സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ. പക്ഷേ സ്പേസിൻ്റെ കൺസേൺ ഉള്ളതുകൊണ്ട് ഇതുപോലെ അത്യാവശ്യം നടുക്കൊരു സ്പേസും കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ നമ്മൾ 545ൻ്റെ സിസ്റ്റത്തിലേക്കാണ് പോയത്. ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ 7 കിലോ വാട്ടാണ് പാനൽ വെച്ചിരിക്കുന്നത്. നമുക്കിത് 10 കിലോ വാട്ട് വരെ അപ്ഗ്രേഡ് ചെയ്യാവുന്ന രീതിക്കാണ് നമ്മൾ ഇൻവെർട്ടർ സൈസും കാര്യങ്ങളും വെച്ചിരിക്കുന്നത്. കാര്യം ഇനി എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഉപയോഗം കണ്ടുകൊണ്ട് തന്നെയാണ് വെക്കുന്നത്. കാര്യം നേരത്തെ ഉണ്ടായിരുന്നത് പോളിക്രിസ്റ്റൽ പാനലായിരുന്നു. ജനറേഷൻ പോളിക്രിസ്റ്റൽ പാനലായതുകൊണ്ട് തന്നെ നമുക്കൊരു ഡെയിലി ആവറേജ് 18 to 20 ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ സിസ്റ്റം നമുക്ക് വെച്ച് കഴിഞ്ഞിട്ട് 36 യൂണിറ്റ് വരെ നമുക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 545 വാട്ട്സിൻ്റെ പാനലായതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് 2 അറേ ആയിട്ടാണ് താഴത്തേക്ക് ലൈൻ കൊണ്ടുപോയിരിക്കുന്നത്. ടോട്ടൽ 8 പാനൽ ഈ ഒരു ഇതായിട്ടും ബാക്കി വരുന്ന 5 പാനൽ നമുക്ക് ഫ്രണ്ടിലുമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 545ൻ്റെ ഇപ്പോൾ നമുക്ക് MNRയുടെ സബ്സിഡി പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഈ സൈറ്റിൽ എടുക്കാൻ പറ്റി. കാര്യം നമുക്ക് ആ സിസ്റ്റം ഫുള്ളായിട്ട് ഡിസ്പാൻഡിൽ ചെയ്തു. KSEBിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഏരിയയിലേക്ക് പുതിയ സിസ്റ്റമാണ് എക്സിസ്റ്റിംഗ് ഫീസിബിലിറ്റിയിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് MNRയുടെ അപ്രൂവലും എടുത്തിട്ടുണ്ട്. സബ്സിഡി പ്രോജക്റ്റിലാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. എക്സിസ്റ്റിംഗ് ഇൻവെർട്ടർ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ പുതിയ ഡൈയുടെ ഇൻവെർട്ടറും അതുപോലെ 2 DV ബോക്സും നമ്മൾ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ വെച്ചിരിക്കുന്നത് ABBയുടെ സ്വിച്ച് ഗിയേഴ്സാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഫൈൻഡറിൻ്റെ SPD.
ഇത് ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള DB ആണ് വെച്ചിരിക്കുന്നത്. കാര്യം കസ്റ്റമർക്ക് തന്നെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം പവർ ഫെയിലർ ഉണ്ടോ എന്നുള്ള കാര്യം. ഇതൊരു 3 ഫേസ് മെഷീനാണല്ലോ, ഏതെങ്കിലും ഒരു ഫേസ് ഡൗൺ ആയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ ഡൈ മെഷീനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ ഒരു മെഷീനേക്കാൾ കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലുള്ള പോലെ തോന്നി. കുറച്ച് ഒതുങ്ങിയിരിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഗ്രോട്ടൊക്കെ കുറച്ച് ബൾക്കിനെസ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഡൈ പൊതുവെ ലൈറ്റ് വെയിറ്റ് ആയിട്ടും അതുപോലെ കുറച്ച് ഹൈറ്റുള്ള ടൈപ്പ് സിസ്റ്റമാണ്. ഇതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ സിസ്റ്റം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹീറ്റ് ചൂടാകുന്നുണ്ട്. അതിന് ഇപ്പോൾ ഇതിലകത്ത് എനിക്കിവിടെ കേൾക്കാം. ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു റോട്ടറി ഫാൻ ഉണ്ട്, അത് വർക്ക് ചെയ്യുന്ന സൗണ്ട് എനിക്കിവിടെ കേൾക്കാൻ പറ്റും. കൂടാതെ നമ്മളിപ്പോൾ കോമൺ മെറ്റാലിക് പാർട്സ് എല്ലാം കൂടെ എടുത്ത് നമ്മളിപ്പോൾ പ്രോപ്പറായിട്ടൊരു ഗ്രൗണ്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇൻസ്റ്റലേഷനിൽ ഇപ്പോൾ നിലവിലെ ഭിത്തിയോട് ഏകദേശം ഒരു മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഐവറി പൈപ്പ്സാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻവെർട്ടറിലേക്ക് നമുക്ക് 2 സ്ട്രിങ് ആയിട്ടാണ് വന്ന് ഫീഡ് ആകുന്നത്. 2 സ്ട്രിങ് ആണ്. നമ്മൾ പാനലിനെ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. 2 സ്ട്രിങ് ആയിട്ട് ഒന്ന് ഇൻപുട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ ഇതിനൊരു റോട്ടറി സ്വിച്ച് ഉണ്ട്. ഇൻവെർട്ടർ ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു റോട്ടറി സ്വിച്ച് മെക്കാനിസം ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇൻവെർട്ടറിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് 2 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം DC AC നോർമൽ അല്ല. ഈ ഡിസ്പ്ലേ പാരാമീറ്റേഴ്സ് അല്ലാതെ ഇപ്പോൾ DC സെൻസ് ചെയ്തിട്ടുണ്ടോ നമുക്ക് ഇതിൽ നോക്കി അറിയാൻ പറ്റും. അതുപോലെ AC സെൻസ് ചെയ്തിട്ടുണ്ടോ അതറിയാൻ പറ്റും. വർക്കിംഗ് ആണോ നോർമലിലാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അലാമിലാണെങ്കിൽ എന്താണ് അലാമിലേക്ക് പോയതിനുള്ള റേസും നമുക്കിതിലേക്ക്. ഇപ്പോൾ ഗ്രോട്ടൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ലീഫ് ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇത് ഒരു LED ഇൻഡിക്കേഷൻ കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു കൺവീനിയൻ്റ് ആണ്. അഗൈൻ ഇപ്പോൾ ഇതുവരെ ഞങ്ങളിപ്പോൾ വെച്ചിട്ട് ഒന്നരാഴ്ച അടുത്താകുന്നേ ഉള്ളൂ. അറൗണ്ട് ഒരു 311 യൂണിറ്റോളം ടോട്ടൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അറൗണ്ട് ഇന്നത്തെ ഇപ്പോൾ ഇതുവരെ ഉച്ച സമയം വരെയുള്ള ഇവർ മൂടിയ ക്ലൈമറ്റാണ്, എന്നിട്ട് പോലും നമുക്കൊരു 12 യൂണിറ്റ് ഇതുവരെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ഓൺ ഗ്രിഡിൻ്റെ അപ്ഗ്രേഡിങ്ങിൻ്റെ സാധ്യതയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ KSEBിലൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്താൽ അവർ ഫീസിബിലിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സോളാർ ഇൻവെസ്റ്റ് ചെയ്തവർ വീണ്ടും സോളാറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാര്യം നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ, എനർജി, വാട്ടർ, ഫുഡ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് സേവിങ്സ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സോളാറിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിയും വൈകിക്കേണ്ട, ഇനിയും സമയം വൈകിയിട്ടില്ല. ഗവൺമെൻറ് ഇപ്പോൾ സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുക. ഞങ്ങളെ തന്നെ ചൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേറെയും നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള വെൻഡേഴ്സിനെ ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 5 കിലോ വാട്ടിൻ്റെ സിസ്റ്റം നമ്മൾ 7 കിലോ വാട്ടേക്ക് അപ്ഗ്രേഡ് ചെയ്തൊരു ജേർണിയാണ് നമ്മൾ കണ്ടത്. സബ്സിഡി പ്രോഗ്രാമാണ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് അഖിൽ സൈനിങ് ഓഫ് ഫ്രം സോളാർ. താങ്ക് യു.